വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നമ്മളിൽ മിക്കവരും തന്നെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നവരാണ് അല്ലേ? അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സ് കൂടി ചേർത്ത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഇത്തവണ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങിയതിന് ശേഷം മാത്രമേ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കരുത്. നമ്മളിത് കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, വല്ലാത്തൊരു പുകച്ചുകയും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മുടെ ഈ സിറപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഒരുപാട് ഡാർക്കായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കാരമലൈസ് ആയിട്ടുള്ള പഞ്ചസാര ഒന്ന് കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഓർത്തിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് സിറപ്പ് നല്ലൊരു കൺസിസ്റ്റൻസി ആവും. നന്നായി തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു സീവറിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടി എടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2-3 പ്രാവശ്യമെങ്കിലും മിനിമം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ മുമ്പ് ഒരിക്കൽ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തൊരു കേക്കാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തിരിക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 കാഷ്യൂ നട്ട്സ് ചെറുതാക്കി നുറുക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 15 ഈന്തപ്പഴം കുരു കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡേറ്റ്സിൻ്റെയും അതേപോലെ തന്നെ കാഷ്യൂ നട്ട്സിൻ്റെയൊക്കെ അളവ് കുറച്ചുകൂടി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് കൂടി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഈ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ അതേപോലെ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതതിൻ്റെ അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൈദ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ എന്ത് കേക്കിൽ ആഡ് ചെയ്താലും അതൊന്ന് മൈദയിൽ ഡസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് അലിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ വന്ന് സെറ്റിലാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/4 കപ്പ് മാത്രമാണ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം മധുരം കുറച്ച് കുറവാണെന്ന് എനിക്കും തോന്നി. അത് കാരണമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് 1 കപ്പ് എടുക്കാൻ പറഞ്ഞേട്ടോ. ഇനി ഒരുപാട് മധുരം താല്പര്യമില്ല എന്നുള്ളവർക്കാണെങ്കിൽ 1/4 കപ്പ് തന്നെ എടുത്താൽ മതിയാവും. പക്ഷെ 1/4 കപ്പ് എടുത്തപ്പോഴും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, മധുരം ഉണ്ടായിരുന്നു, ആവശ്യത്തിനുള്ള മധുരമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ, 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സി ജാറിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അതോർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കും.
പക്ഷേ ഈ ഒരു ബാറ്റർ അങ്ങനെയല്ല, നല്ല ലൂസായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ലൂസായിരിക്കും ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. അത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് അതിൻ്റെ ഒരു പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മൈദ ചേർത്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസായതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമുക്ക് ബാക്കിയുള്ള മൈദ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ ബാറ്ററിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സ്പൈസസ് ഒക്കെ ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സിന്നമൺ പൗഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മൈദ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഡേറ്റ്സ്, കാഷ്യൂനട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മൾ മൈദയിൽ ടെസ്റ്റ് ചെയ്താണെങ്കിൽ കൂടി അടിയിലേക്കൊന്ന് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്യൂനട്ട്സും ഡേറ്റ്സും അതേപോലെ ക്യാരറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ല ലൂസായിരിക്കും കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അടിയിലും അതേപോലെ തന്നെ എല്ലാ വശത്തും ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ പകുതി വരെ മാത്രം ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 180 ഡിഗ്രീസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 50 മിനിറ്റ്സ് നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുത്തിയിരുന്ന ഒരു ടൂത്ത് പിക്ക് നീറ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്, ടൂത്ത് പിക്കൊക്കെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് സ്ലൈസ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി കേക്കാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള, മോയ്സ്റ്റ് ആയിട്ടുള്ള, ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.